അടിപൊളി അടിപൊളി മമ്മൂട്ടി തകർത്തു. ഇടുപൊടായിരുന്നു, സൂപ്പർ അടിപൊളി അടിപൊളി. മമ്മൂട്ടി ഓർ മോഹൻലാൽ പാർട്ടിയേറ്റിനെ കൂടുതൽ വിശേഷിക്കാൻ നമുക്ക് ചോദിച്ചറിയാം. പടം നല്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാം. മൊത്തത്തിൽ ഒരു ക്ലാസിക് ടൈപ്പ് ആയിട്ട് എടുത്തേക്കുന്നത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. എല്ലാം അടിപൊളിയാണ്, എല്ലാം അടിപൊളിയായി. അതിനകത്ത് ഇന്ദ്രൻസ് ആയിട്ടൊരു സീനുണ്ട്, ഇന്ദ്രൻസ് മോഹൻലാലായിട്ടൊരു സീനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വർക്കായത്. 100 അതൊന്നും അറിയാൻ പറ്റില്ല. അത്യാവശ്യം കൊള്ളാം. സെക്കൻഡ് പാർട്ടൊന്നും ചാൻസ് ഇല്ല. എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എല്ലാവരും ക്ലാസിക് ടൈപ്പായിട്ട് എടുത്തേക്കുന്നത്. മാസമാണ്, പക്ഷേ അതൊരു സ്ലോ പേസിൽ പോയിട്ട് ആ ഒരു മൊമെന്റ്സിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടായിരുന്നു. എക്സ്പെക്ട് ചെയ്യാത്ത കുറേ സാധനങ്ങളുണ്ട്, പക്ഷേ സ്റ്റിൽ കുഴപ്പമില്ല. ഇല്ലില്ല, ക്യാമറയായിട്ട് അങ്ങനെ ഒന്നുമില്ല, പറഞ്ഞവരൊക്കെ തന്നെ ഉള്ളൂ. നല്ല പടം. മമ്മൂട്ടി തകർത്തു. ഇതേപോലത്തെ നല്ല സിനിമയില്ല, പൊളിച്ചടുക്കി. ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോഴേ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാൻ പറ്റില്ല. ആ സിനിമ ഉയർത്തുന്ന ഒരു സാമൂഹ്യ പ്രശ്നമുണ്ട്. ആ സാമൂഹ്യ പ്രശ്നത്തിലൂന്നി എങ്ങനെ അത് മേക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. സിനിമയുടെ ആത്യന്തികമായി ഇപ്പം നമ്മൾ ഒരുപാട് സിനിമകൾ ലോകത്ത് കാണാറുണ്ട്. നമ്മൾ ചിന്തിക്കുക, ഈ സിനിമ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം അത് നെഗറ്റീവായിട്ട് സമൂഹത്തിലെത്തുന്നുണ്ടെന്നുള്ളത്. അത് ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പം ഉണ്ണി മൂന്നിൻ്റെ ഒരു പടം വന്നില്ലേ, ഭയങ്കരമായിട്ട് പറഞ്ഞു. അതൊക്കെ എന്ന് പറയാം, അവർ തന്നെ അത് തിരുത്തി. കാരണം സമൂഹത്തിൽ അത് കൊടുക്കുന്ന സംഭവങ്ങൾ ശരിയായ സമീപനമല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ അങ്ങനെ അതുപോലെ ഈ പടവും പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരനും മനസ്സിലാകാത്ത ഒരു മേഖലയിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സബ്ജക്റ്റിനൊരു പുതുമയുണ്ട്, അതിൻ്റെ മേക്കിങ്ങും കൊള്ളാം. നല്ല പടമെന്ന് ഞാൻ പറയുന്നു, പക്ഷേ അതിനപ്പുറമായി ഒരു ചിന്തയുടെ ആവശ്യം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു. അടിപൊളിയായിരുന്നു. പ്രതീക്ഷിക്കാം, കുഴപ്പമില്ല. സുഷിയും പൊളിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഇവരിതിൽ പറഞ്ഞിട്ടില്ല. സെക്കൻഡിൽ ചെറിയ ലീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വരുമോ നോക്കാം. അങ്ങനെ ആയിരിക്കണം, കുഴപ്പമില്ല, കണ്ടിരിക്കാം. ത്രില്ലർ ആദ്യത്തെ കുറച്ച് സമയം കഴിയുമ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ട് എനിക്ക് തോന്നുന്നില്ല. വെക്കേഷൻ ടൈമൊക്കെ അല്ലേ ഇപ്പോൾ ഉണ്ടാവും. നല്ല സിനിമ. അടിപൊളി പടം. കുഴപ്പമില്ല, കൊള്ളാം. ഒരു ഇക്കാഫാനായിട്ട് പറയാം, പടം നല്ല തേമ്പിയ പടം. ഒരു പ്രതീക്ഷയില്ല. ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട്. ഒരു ഇക്കാഫാനായിട്ട് ഞാൻ പറയാം. ഇടുപൊടായിരുന്നു, സൂപ്പർ. അടിപൊളി പടം. മമ്മൂട്ടി എങ്ങനെ തകർത്തിട്ടുണ്ട്. അടിപൊളി അടിപൊളി. മമ്മൂട്ടിയൊക്കെ തകർത്തു. നല്ല പടമായിരുന്നു. എങ്ങനെയാ മമ്മൂട്ടി ആദ്യത്തെ ഒരു 100 ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിൽ അടിപൊളിയായിട്ടാണ് ഇത്. എങ്ങനെയാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണം. സുഷിൻ ശ്യാമിന്റെ അടിപൊളിയായിട്ടാണ് ചെയ്തേക്കണം. ഫഹദും കുഞ്ചാക്കോവിനൊക്കെ എങ്ങനെയാ? മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസിനും പറ്റിയ നല്ലൊരു പടമാണ്. സെറ്റപ്പാ. ഫാമിലി ആയിട്ട് കാണാൻ പറ്റും. ഫാൻസിന് അടിച്ചു പൊളിക്കാം. ഒരു ഫാൻ ബേസ് പടമാണോ?
ഫാൻ ബേസ്ഡ് പടമല്ല, സ്റ്റോറി ബേസ്ഡ് പടമാണ്. ഇന്നത്തെ കാലമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു കഥയാണ്. മമ്മൂട്ടി ഒരു അരിഞ്ഞാട്ടമാണോ? മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. പടം തൂക്കി മമ്മൂട്ടി ആദ്യത്തെ 100 കോടി ആകുമോ? ഓക്കെ, 100 കോടി. 100 കോടി. മോഹൻലാലും മമ്മൂട്ടി ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛാ, എല്ലാവർക്കും വർക്കൗട്ടായോ? വർക്കൗട്ടായി. ഡയറക്ഷൻ സൂപ്പർ. ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു. നല്ല പടമായിരുന്നു. ഫസ്റ്റ് ഫാസ്റ്റിന്റെ ഇതൊക്കെ ഫസ്റ്റ് ഫാസ്റ്റ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഒരു ആദ്യത്തെ 100 കോടി മമ്മൂട്ടിയും മോഹൻലാലും എല്ലാവരും അതിൻ്റെ അകത്ത് എല്ലാ ക്യാരക്ടറും കറക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല എല്ലാം കോമ്പിനേഷൻ ഒക്കെ വർക്കൗട്ടായിരുന്നു. നല്ല കോമ്പിനേഷനാണ്. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും നല്ല കോമ്പിനേഷനാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, സൂപ്പറായിരുന്നു. സെറ്റപ്പായിരുന്നു. ഓക്കെ, ശരി.